ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നന്ദയും ഗൗതവും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ മുറിയിൽ എങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മഹേശ്വരൻ അവിടെ ഇരുന്ന് താൻ ഒരുപാട് വേദനിച്ചു. കാരണം ഒരു പേരക്കുട്ടിയെ കാണാൻ പറ്റില്ലെന്ന് ഓർത്ത് വിഷമിച്ചതിനെ പറ്റിയും ഇപ്പൊ മനസ്സിൽ എവിടെ ഒരു നെയ്ത്തിരുനാളം തെളിയുന്നത് പോലെ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് മോഹിനിയോടും അതുപോലെ തന്നെ പവിത്രയോടും പറയും. ഒരു മുത്തശ്ശനാകാൻ പോകുന്നു എന്നുള്ളതിന്റെ സന്തോഷമാണെന്നും അതിന്റെ ഒരു തൃപ്തിയാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പുതിയൊരു അതിഥി വരാൻ പോവുകയാണല്ലോ എന്നുള്ള ഒരു ധൈര്യമാണെന്നൊക്കെ പറഞ്ഞു. അതൊരു നിറവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷേ എനിക്കൊരു സങ്കടം, നെഞ്ചിൽ കിടന്നിങ്ങനെ പിടയ്ക്കാ മഹേട്ടാ എന്നിങ്ങനെ മോഹിനി പറയുമ്പോ എന്താന്ന് ചോദിച്ചു. ഗൗതത്തെക്കാളും ഇളയതാണെങ്കിലും ആദ്യം വിവാഹം കഴിച്ചത് അരുൺ അല്ലായിരുന്നോ എന്ന് മോഹിനി ഇങ്ങനെ ചോദിച്ചു. അപ്പൊ പവിത്ര ഇങ്ങനെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പവിത്രയാ ഈ വീട്ടിലെ ആദ്യത്തെ മരുമകള്. പക്ഷേ വർഷം ഇത്രയൊക്കെ ആയിട്ടും ഇവർക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണെന്ന് പറയുമ്പോ പവിത്ര ഇങ്ങനെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കേട്ടപ്പോ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ മോഹിനി, ഇപ്പൊ കുട്ടികൾ തന്നെ ഓരോന്ന് തീരുമാനിക്കല്ലേ, അവർക്ക് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞ് മോഹിനിയോട് ഇങ്ങനെ നേരെ മഹേശ്വരൻ പറഞ്ഞു. കാരണവന്മാർക്ക് അതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ ചോദിച്ചാലോ അവർക്ക് അതിട്ട് ഇഷ്ടപ്പെടത്തുമില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പൊ പവിത്രയുടെ നേരെ ഇങ്ങനെ മോഹിനി നോക്കുന്നു. പവിത്ര ഒരു കൂസലും ഇല്ലാതെ നിൽക്കുമ്പോ അതെ നല്ല പ്രായം നോക്കി നിൽക്കുമ്പോ കടന്നു പോകും പവിത്രേ, പിന്നീട് ചിലപ്പോ വേണമെന്ന് വെച്ചാലും സന്താന ഭാഗ്യം ലഭിക്കണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മോഹിനി പറയുമ്പോ എനിക്കും കുട്ടികൾ വേണമെന്ന് തന്നെയാ, പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ഷെയർ ചെയ്യാൻ ആളില്ലാതെ തനിയെ കിടന്ന് കഷ്ടപ്പെടാൻ എന്നെ കിട്ടില്ല എന്ന് പവിത്ര. അപ്പൊ അരുണില്ലേടി? ഉണ്ടോ? പകൽ വെളിച്ചത്തിൽ ഞാൻ കണ്ടിട്ടേ കൊറേ ആയി എന്ന് പറഞ്ഞ് പവിത്ര നേരം മോഹിനിയോട് പറഞ്ഞു. അരുണേട്ടന്റെ ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ ആ കടയാ, ആ കച്ചവട കണ്ണ് എന്ന് മാറുന്നോ അന്ന് മതി കുട്ടികൾ എനിക്ക് എന്ന് പറഞ്ഞ് പവിത്ര ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവര് കുട്ടികളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ മോഹിനിയും പവിത്രയും മഴക്കാണെന്ന് കണ്ട് മഹേശ്വരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കിയപ്പോഴത്തേക്ക് ലക്ഷ്മി അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വന്നു. അപ്പൊ ഇത് എന്താ ഇതെന്ന് ചോദിച്ചപ്പോ എന്റെ മഹിയേട്ടാ ഞാൻ ഈ ചായ തിളച്ചത് കാര്യം വിട്ടുപോയി, പിങ്കി മോൾക്ക് ഒരു ജ്യൂസ് കൊടുക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു. ഓ, അപ്പോ ഭർത്താവിനേക്കാളും വലുതായി ഇപ്പൊ പിങ്കി ആണല്ലേ എന്ന് മഹേശ്വരൻ ചോദിക്കുമ്പോ ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് അങ്ങനെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല. അതെ, പിന്നെ പിങ്കി മോളല്ല ഇപ്പൊ നമുക്ക് വലുത്, അവളുടെ വയറ്റിലൊക്കെ കിടക്കുന്ന നമ്മുടെ പേരക്കിടാവാണെന്നൊക്കെ മോഹിനി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മഹേശ്വരന്റെ ചിരി കാണണം. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അപ്പൊ ലക്ഷ്മി അടുത്തേക്ക് സ്വന്തം പേരക്കിടാവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. എനിക്കിനി എന്നാണാവോ ഈശ്വരൻ അതിനുള്ള ഭാഗ്യം തരിക എന്ന് പറഞ്ഞോണ്ട് മോഹിനി അന്നേരം പറഞ്ഞു. അന്നേരത്തേക്ക് നമ്മുടെ ലക്ഷ്മി പവിത്രയെ നോക്കുക. അപ്പൊ എന്നെ നോക്കി വെറുതെ സമയം കളയണ്ട, അരുണേട്ടനെ കണ്ട് ഉപദേശിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അല്ല മോൻ തനിച്ചാണോ? നന്ദമോള് കോളേജിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അവള് കുറച്ച് നാളത്തേക്ക് ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞു ഗൗതം. ലീവോ? അതെന്തിനാണെന്ന് ചോദിച്ചു മഹേശ്വരൻ. അത് പിങ്കിയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കാനാണെന്നാ പറഞ്ഞത്, ഞാൻ പിന്നെ തടഞ്ഞില്ല എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോ ഒരു കണക്കിനത് നന്നായെന്ന് പറഞ്ഞു മഹേശ്വരൻ. അമ്മേ കഴിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു ഗൗതം പോകുമ്പോ മോനെ എന്തൊരു പോക്കടാ, കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അമ്മ ഞാൻ ഓഫീസിൽ നിന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞപ്പോ ശരി അതൊക്കെ നിന്റെ ഇഷ്ടം, പക്ഷെ പോകുന്നതിന് മുൻപ് നീ പിങ്കി ഒന്ന് ചെന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോണം എന്ന് പറഞ്ഞു. അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പുതുമയൊക്കെ? പുതുമയെങ്കിൽ അത് അങ്ങനെ. എടാ ഇനി മുതലാ നീ വരുമ്പോഴും പോകുമ്പോഴും പിങ്കിയെ കാണുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു ലക്ഷ്മി തന്നെ തള്ളി വിടുവാട്ടോ. അപ്പോഴേക്ക് ഇവരെല്ലാരും നോക്കുക. അപ്പൊ ലക്ഷ്മി പറഞ്ഞത് ശരിയാടാ എന്ന് അച്ഛൻ പറയുമ്പോ എന്ത് ശരി? എടാ ഗൗതമേ, നിന്റെ കുഞ്ഞാണ് ഇപ്പൊ അവളുടെ വയറ്റില് വളരുന്നത്, നിന്റെ സാന്നിധ്യവും അന്വേഷണവും ഒക്കെ പിങ്കിയിലൂടെ നിന്റെ കുഞ്ഞു കൂടി അറിയുന്നതും സന്തോഷിക്കുന്നതൊക്കെ നല്ലതല്ലേ എന്ന് മഹിയെ ചോദിച്ചു. എടാ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ മോനെ ഗൗതം ചെല്ലടാ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു വിടുക. ഈ സമയത്ത് നമ്മുടെ പിങ്കി അവിടെ ജയിച്ച അഹങ്കാരത്തിൽ കണ്ണാടിയിൽ നോക്കി അങ്ങനെ ഇരിക്കും കേട്ടോ. എവിടെയാ ഗൗതം? ഞാനിവിടെ ഉണ്ടായിട്ടും എന്റെ മുറിയിലേക്കൊന്നും വരാൻ പോലും നിനക്ക് തോന്നുന്നില്ലേ? നിങ്ങളെ കാണാനേ, നിങ്ങളോട് അടുത്ത് ഇടപഴകാൻ, നിങ്ങളുടെ സ്നേഹവും പരിചരണവും ഒക്കെ ഏറ്റുവാങ്ങാൻ അതിനല്ലേ ഞാൻ ഈ കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിച്ചത് എന്നൊക്കെ ഇങ്ങനെ വയറിൽ തൊട്ട് നമ്മുടെ പിങ്കി പറയാം. പക്ഷെ പിങ്കിയുടെ അഹങ്കാരത്തിന് മിക്കവാറും ആ കുഞ്ഞു വയറ്റില് ആ ഒരു ഇതായി കാണത്തില്ല. പിങ്കി ഇങ്ങനെ വയറിലും തലോടി അവിടെ ഇരുന്ന ദിവാസ്വപ്നവും കണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അയ്യോ, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ പതുക്കെ എന്നെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയും ഗൗതം, പഴയതുപോലെ തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കും, അതെനിക്ക് അറിയാം ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വപ്നം കണ്ട് കണ്ണാടിയിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ.
എന്നിട്ട് പഴയ ഇവരുടെ രാമേശ്വരം കഥകളെ പറ്റി ഇരുന്ന് ആലോചന അങ്ങ് തുടങ്ങി. ഈ ആലോചന മാത്രമേ ഉള്ളൂ നാഴികയ്ക്ക് 40 വട്ടം. അങ്ങനെ ഇരുന്ന് ആലോചനയുമായിട്ട് പിങ്കി അവിടെ ഇരിക്കുന്നു. ഈ സമയത്താണ് കൃത്യമായിട്ട് നമ്മുടെ ഗൗതം മുറിയിലേക്ക് വന്ന് കയറുന്നത്. അങ്ങനെ ഗൗതം മുറിയിലേക്ക് വരുമെന്ന് പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. കണ്ണാടിയിലേക്ക് നോക്കിയിരിക്കുന്ന പിങ്കിക്ക് മുന്നിലേക്ക് പിങ്കി എന്നും പറഞ്ഞ ഗൗതത്തിന്റെ ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോ ദേ ഗൗതത്തെ കണ്ടതും പിങ്കി അങ്ങോട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. പിങ്കി എന്താ ആലോചിക്കായിരുന്നു എന്ന് ഗൗതം ചോദിച്ചപ്പോ ഞാൻ പഴയ പല ഓർമ്മകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഗൗതത്തിന് മുഖമൊന്നും അല്ലാതെ ഓർമ്മകൾ മാത്രമാണ് ഗൗതം ഇപ്പൊ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പിങ്കി. അപ്പോൾ നല്ല ഓർമ്മകളെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ, മറ്റുള്ളതൊക്കെ വിട്ട് കളയണം എന്ന് ഗൗതം പറഞ്ഞപ്പം നല്ലതല്ലാത്തതൊന്നും ഞാനിപ്പോ ഓർക്കാറില്ല ഗൗതം. മനുഷ്യർക്ക് ജീവിക്കാനല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആത്മഹത്യ ചെയ്യാൻ അവർക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. അത് കേട്ട് കഴിയുമ്പോ പിങ്കി ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഗൗതം. പിന്നെ ചില ഓർമ്മകളെ നമ്മളെ ആത്മഹത്യാ മുനമ്പിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകും, അതാണ്. അപ്പോ ഗൗതത്തെ പറഞ്ഞ് തളയ്ക്കുന്നതാണ് പിങ്കി. അപ്പോ മറ്റേതെങ്കിലും നല്ല ഓർമ്മകളുടെ കച്ചത്തിരുമ്പിലേക്ക് കയറി പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് നമ്മൾ നീന്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയണു. പിന്നെ ആ ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോ. അപ്പൊ നല്ല കാര്യം, നല്ലത് തന്നെ. ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യം. അതിന് ഏത് ഓർമ്മകളാണോ അഭികാമ്യം അതിൽ തന്നെ മനസ്സിനെ കൊളുത്തി ഇട്ടേക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറഞ്ഞു. അപ്പൊ അർജുനെ കുറിച്ച് ഓർത്താ ഞാനും മരിക്കേണ്ടി വരും ഗൗതം. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളെ കുറിച്ച് മാത്രമേ ഓർക്കാറുള്ളൂ എന്ന് മനസ്സിൽ പിങ്കി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം. വീണ്ടെന്തേ രാമേശ്വരൻ ചിന്തകൾ കയറി വരുന്നു. അപ്പോ താങ്ക്സ് ഗൗതം എന്ന് പറഞ്ഞിട്ടും എന്തിന് അല്ല, എന്റെ ജീവിതത്തിലെ നല്ല ഓർമ്മകളെ സ്നേഹിക്കാൻ ഗൗതം എനിക്ക് സമ്മതം തന്നല്ലോ. താങ്ക്സ്. അതാ എന്ന് വെച്ചാൽ താൻ എന്തൊക്കെയാ ഉദ്ദേശിച്ച് കൂട്ടുന്നതെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞു പിങ്കി. എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ഗൗതം പോകുമ്പോ അതെ ഗൗതം എന്ന് പറഞ്ഞോണ്ട് പിങ്കി എന്താ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. അല്ല ഗൗതം പോവാണോ? ആ കുറച്ച് ധൃതിയുണ്ട്. അപ്പോ വെറുതെ പേരിനെ ഇങ്ങോട്ടൊന്ന് വന്നല്ലേ ഉള്ളൂ. അയ്യോ അങ്ങനെയൊന്നും അല്ല, പിങ്കിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, അതാ ഞാൻ പോകാന്ന് കരുതിയെന്ന് ഗൗതം പറഞ്ഞു. പിന്നെ ഡ്യൂട്ടിക്ക് കയറേണ്ട സമയമായി എനിക്ക് എന്ന് പറഞ്ഞപ്പം എനിക്കൊരു ആവശ്യം ഉണ്ടല്ലോ എന്ന് പിങ്കി. അപ്പൊ എന്താ ആവശ്യം, എന്താ വേണ്ടതെന്ന് ഗൗതം ചോദിച്ചു. അപ്പോഴത്തേക്കും അത് എനിക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഈ രാവിലെയോ? അപ്പോ രാവിലെയാണെന്ന് വയറ്റിൽ കിടക്കുന്ന കക്ഷിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ പറയാം. ഗൗതം ഇങ്ങനെ ചിരിച്ചു കേട്ടോ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് ആശാത്തി. അവനിങ്ങനെ എന്നെ ഓരോന്ന് തോന്നിപ്പിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം ശരി ആഗ്രഹം നടത്തിയേക്കാം. ഏത് ഫ്ലേവറാ വേണ്ടത് എന്ന് ചോദിക്കുമ്പം അത് ഓരോ തവണയും ഓരോന്നായിരിക്കും അവൻ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ വലിയ ഡയലോഗുകൾ അടിക്കുന്നു. ഗൗതം ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഗൗതവും അത് കേൾക്കുന്നു. പിങ്കി അന്നേരം വയറിൽ ഇങ്ങനെ കൈവച്ച് ഗൗതത്തിനെ കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി ഗൗതത്തിന് മുന്നിൽ നിന്ന് ഇങ്ങനെ ഷോ കാണിക്കുമ്പോൾ ശരി ഞാനത് വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പൊ ഗൗതം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി ഗൗതം നിന്നെ ഞാൻ എന്റേത് മാത്രമാക്കി എടുക്കും ഗൗതം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ മിടിക്കുകയാണല്ലോ പിങ്കി, ശരിക്കും സാമർത്ഥ്യക്കാരി തന്നെയാ നീ. കൊള്ളാം നീ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ അടക്കം കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അരുന്ധതി അവിടെ സ്വപ്നലോകത്ത് അങ്ങനെ ഇരിക്കുക. കുഞ്ഞ് വരുന്നതും കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞിന് കൊടുക്കാനുള്ള സ്വർണ്ണം ഇതെല്ലാം ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് സ്വപ്നവും ഇതെല്ലാം കണ്ടങ്ങനെ ഇരിക്കുക. അപ്പോഴാ ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. ഏട്ടത്തി എന്താ ഇത് മാലയും കയ്യിൽ പിടിച്ചിരുന്ന് സ്വപ്നം കാണുവാണോ എന്ന് ചോദിച്ചപ്പോ മാലയല്ല ഇത് അരഞ്ഞാണോ ഇത് എന്ന് പറഞ്ഞ് നമ്മുടെ അരുന്ധതി ഇങ്ങനെ പറയുന്നു. അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നോക്കുക കേട്ടോ. ഇതിപ്പോ ആർക്കാ പൊന്നരഞ്ഞാണോ ഒക്കെ. അപ്പൊ നീ ഇതൊന്ന് നോക്കിക്കേ ലക്ഷ്മി എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ കയ്യിലേക്ക് നോക്കി കൊടുത്തു. ലക്ഷ്മി അത് നോക്കി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം നന്നായിട്ടുണ്ടല്ലോ ഏട്ടത്തി, പക്ഷെ ഇത് പഴയ ഫാഷനാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പം സംശയിക്കൊന്നും വേണ്ട, പഴയ ഫാഷൻ തന്നെയാണെന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞു. 10-24 കൊല്ലം പഴക്കമുള്ള ഒരു ഫാഷനാണെന്നും. അപ്പൊ ഇത് പ്രിയമോൾക്ക് വാങ്ങിച്ചായിരിക്കും അല്ലേ? അല്ലെന്നേ, അവളുടെ കുഞ്ഞിലത്തെ അരഞ്ഞാണോ ഒക്കെ ഉരുക്കി പണിത് വേറെ ഓർണമെന്റ്സ് ഒക്കെ ആക്കിയില്ലേന്ന് ചോദിച്ചു. പിന്നെ ഇത് ആർക്ക് വേണ്ടി വാങ്ങിച്ചതാ എന്ന് അരുന്ധതിയോട് ചോദിക്കുമ്പോ എന്റെയും മഹാദേവേട്ടന്റെയും മോന് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞപ്പം മോനോ? അതൊരു വലിയ ആഗ്രഹമായിരുന്നു എന്ന് അരുന്ധതി അന്നേരം പറഞ്ഞ് പ്രിയയ്ക്ക് ശേഷം ഒരു മോൻ കൂടി ഞങ്ങൾക്ക് വേണം എന്നുള്ളത് ആ ഒരു ആഗ്രഹത്തിലാ ഞാൻ വീണ്ടും ഗർഭം ധരിച്ചതെന്നൊക്കെ പറഞ്ഞു. ഗർഭിണിയായപ്പോ മഹാദേവേട്ടൻ പൂനെ റെജിമെന്റിൽ ജോയിൻ ചെയ്ത കാലമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോ ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്നും പറഞ്ഞു. പിന്നെ
അതിനുശേഷം സുജാതയെ ചൊല്ലിയുള്ള പിണക്കങ്ങളും വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്വപ്നം അവിടെ വെച്ച് പൊലിഞ്ഞു പോയി. ഇനിയിപ്പോ ജനിക്കാൻ പോകുന്ന നമ്മുടെ ഗൗതത്തിന്റെ കുഞ്ഞിന് അത് ഞാൻ കൊടുക്കും, അത് ആൺകുട്ടി തന്നെ ആയിരിക്കും, നമ്മുടെ അർജുനെ പോലൊരു ആൺകുട്ടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ ഇരുന്ന് പറയൂ കേട്ടോ. അരുന്ധതി ഇങ്ങനെ ഫോട്ടോയിലേക്ക് നോക്കി വിഷമിക്കുന്നു. അതുപോലെ തന്നെ ലക്ഷ്മിയും അർജുന്റെ ഫോട്ടോയിലേക്ക് നോക്കി. ഈ അരഞ്ഞാണം ഞാൻ അവന്റെ അരയിൽ കെട്ടുകയും ചെയ്യുമെന്നും പറഞ്ഞാണ് നമ്മുടെ അരുന്ധതി ഇങ്ങനെ സ്വപ്നം കാണുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ മുഖം വല്ലാതായി കഴിഞ്ഞപ്പം എന്താ ലക്ഷ്മി എന്ന് ചോദിച്ചു. ഏട്ടത്തി, സത്യം പറയാലോ ഞാൻ ഏട്ടത്തിയോട്, എനിക്കിപ്പോ ഓരോന്ന് ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും ഒക്കെ പേടിയാണെന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു കേട്ടോ. ഈശ്വരൻ എന്താ കാത്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോ അരുന്ധതിയുടെ മുഖം അങ്ങ് മാതായി വിഷമത്തോടുകൂടി. എന്നിട്ട് ഇവരിങ്ങനെ അർജുന്റെ ഫോട്ടോയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും അതും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അവിടെ നടക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കി ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ സ്വപ്നം തന്നെ കണ്ടോണ്ടിരിക്കുക. സ്വപ്നം കാണലോ ഗൗതത്തെ തന്നെ സ്വപ്നം കാണുന്നു. പിന്നെ ഗൗതം മുറിയിലേക്ക് വന്നത്, പിങ്കിയോട് സംസാരിച്ചത്, ഇതെല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ ഗൗതത്തെ കണ്ടപ്പോ പിങ്കി വേഗം ചാടി എഴുന്നേറ്റു. അതെ, എന്റെ കുഞ്ഞ് വയറ്റി കിടക്കുമ്പോ പിങ്കി ഒരു ആഗ്രഹം പറഞ്ഞ അത് ഞാൻ എത്ര പെട്ടെന്ന് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് ഗൗതം ചോദിക്കും കേട്ടോ. അപ്പോ താങ്ക് യു ഗൗതം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദ. അപ്പൊ എന്തിനാണ് പിങ്കി ചോദിച്ചപ്പോ എന്തിനാണെന്ന് ചോദിച്ചു. അവസാനം ഗൗതത്തിന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞല്ലോ, ഞാനാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മ എന്നുള്ളതെന്ന് പറയുമ്പോ അതൊരു സത്യം തന്നെയല്ലേ എന്ന് ഗൗതം ചോദിച്ചു. ഞാനത് അംഗീകരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ താങ്ക്സ് ഗൗതം എന്നും പറഞ്ഞോണ്ട് പിങ്കി. അപ്പൊ അങ്ങനെ അത് പറഞ്ഞ് വേഗം കഴിച്ചോ ഇല്ലെങ്കിൽ എല്ലാം ഉരുക്കി താഴെ പോകുമെന്ന് പറഞ്ഞു. ഇതിലിപ്പോ ഏതാ ഞാൻ എടുക്ക എന്ന് നമ്മളെ പിങ്കി ചോദിച്ചു. ഗൗതത്തിന് ഏത് ഫ്ലേവറാ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ എനിക്ക് വാനില ഇഷ്ടമെന്ന് പറഞ്ഞു. എങ്കിൽ എനിക്കും അത് തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു നമ്മുടെ പിങ്കി. അങ്ങനെ ഗൗതം അത് കൊണ്ടുവന്ന് കൊടുക്കുന്നു. പിങ്കി അത് ഗൗതത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ കഴിക്കുന്നു. പിങ്കി അങ്ങ് കിട്ടിയ അവസരം അറുമാതിക്കും കേട്ടോ കിടന്ന്. അങ്ങനെ പിങ്കി കഴിച്ചിട്ട് ഗൗതത്തിനും പിങ്കി വായിൽ വെച്ച് ഐസ്ക്രീം കൊടുക്കുന്നു. അപ്പൊ അത് കഴിച്ച് നമ്മുടെ പിങ്കി താങ്ക്സ് വീണ്ടും ഗൗതത്തിനോട് പറഞ്ഞു. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു. പിങ്കി എന്താ എനിക്ക് അന്യാണോ? അല്ലല്ലോ. പിങ്കി എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ എന്ന് ഗൗതം ഇങ്ങനെ ചോദിക്കുന്നു. അതും പിങ്കി കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. പിങ്കിക്ക് ഇതൊക്കെ കേട്ട് തുള്ളിച്ചാടുന്ന സന്തോഷം. അങ്ങനെ പിങ്കി വാരി ഗൗതത്തിന് ഐസ്ക്രീം കൊടുക്കുന്നു. അങ്ങനെ അവര് രണ്ടുപേരും ഇങ്ങനെ കട്ടതായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ഗൗതത്തിന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്ന പിങ്കി അങ്ങനെ ആ ഒരു സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ മതി മറന്നിരിക്കുകയായിരുന്നു പിങ്കിയുടെ ദിവാസ്വപ്നം മാത്രമാണ് ഇതെന്നുള്ളത് പിങ്കി ഇന്നല്ലെങ്കിൽ നാളെയല്ലേ തിരിച്ചറിയും. ഇന്നിപ്പോ തിരിച്ചറിയാനുള്ള നിവർത്തിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ മാലയും ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നാണം കുണങ്ങി കാലുകൊണ്ട് വട്ടമൊക്കെ വരച്ച് ഇങ്ങനെ ഇരുന്ന് വൃത്തികെട്ട ഓരോ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഗൗതത്തിനെ വശീകരിച്ചെടുക്കും എന്നുള്ള ആ ഒരു ചിന്തയോടെ വീണ്ടും പിങ്കി കണ്ണാടിക്ക് മുന്നിൽ. ഇപ്പൊ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മുടെ പിങ്കി മാറുന്നില്ല, പിങ്കി അനങ്ങുന്നില്ല. പിങ്കി പൊട്ടു തൊടുന്നു, അതുപോലെ കണ്ണെഴുതുന്നു. പിങ്കിക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പിങ്കിക്ക് പോലും അറിയില്ല. ആ സമയത്ത് പിങ്കി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദ പിങ്കിയുടെ എല്ലാ ദിവാസ്വപ്നങ്ങളെയും തച്ചുടച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വരുന്നത്. നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോ എന്താ എന്ന് ചോദിച്ചു. അത് പിന്നെ ഗൗതം സാറിനെ വിളിച്ച് പറഞ്ഞിരുന്നു പിങ്കിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള കാര്യം എന്ന് പറയുമ്പോ പിങ്കി ഞെട്ടി. ഗൗതം പണി കൊടുത്തേച്ച് പോയതാണല്ലോ. അപ്പോ ഞങ്ങളുടെ പൊന്നു കുഞ്ഞ് പിങ്കിയുടെ വയറ്റിലൊക്കെ കിടന്ന് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് നമ്മുടെ നന്ദ അന്നേരം പറഞ്ഞു. ഗൗതം സാർ തിരക്കായത് കൊണ്ട് അമ്മയായ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഗൗതം അവിടെ പിങ്കി സാർ ഓഫീസിലേക്ക് പോയി കഴിച്ചോ എന്ന് പറഞ്ഞു നന്ദ കൊടുക്കുക. സാറ് പ്രത്യേകം പറഞ്ഞു പിങ്കിയെ കഴിപ്പിച്ചേക്കണം എന്നുള്ളത്. അപ്പൊ കഴിക്ക് പിങ്കി എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ നിർബന്ധിച്ച് കൊടുക്കുമ്പോഴത്തേക്കും പിങ്കിയുടെ എല്ലായിടും കൂടെ വലിഞ്ഞു കയറി ഇങ്ങനെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് ഏത് ഫ്ലേവറാ എന്ന് ചോദിച്ചപ്പം വാനില ഫ്ലേവറാ. പിങ്കി അതാണ് പറഞ്ഞതെന്നാണല്ലോ ഗൗതം സാർ പറഞ്ഞത്. ഇതായിരുന്നോ വാനില? എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞു പിങ്കി. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ മതിയെന്ന് പറഞ്ഞു നന്ദയിട്ട് വട്ടം കറക്കാം. നന്ദയ്ക്കൊക്കെ സൂക്കേടെന്നാന്ന് മനസ്സിലായി. നന്ദ ഇനി അതിനുവേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ തന്നെ ഗൗതത്തെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോ വേണമെന്നില്ല, ഗൗതം സാർ പിങ്കി പറഞ്ഞ ഫ്ലേവർ ഓർത്ത് വെക്കണമെന്നില്ല എന്ന് എനിക്ക് അറിയാമെന്ന് നന്ദ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ. അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ നോക്കുക. മുൻകരുതലോ? എന്തു മുൻകരുതല്? അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചോക്ലേറ്റിന്റെ ഫ്ലേവറും കൂടെ എടുത്ത് കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പിങ്കിയുടെ മുന്നിലേക്ക് ഒരു ഐസ്ക്രീം കട തന്നെ നമ്മുടെ നന്ദ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ പവിത്ര അതെടുത്തോണ്ട് വരുന്ന കണ്ടപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും. പിങ്കിയുടെ ഒരു വേഷം കെട്ട് നമ്മുടെ നന്ദ നടത്തുന്നില്ല കേട്ടോ. അങ്ങനെ
തന്റെ കുഞ്ഞിന്റെ അമ്മയാണ് താനെന്നും പറഞ്ഞ് ഗൗതം പൊക്കി പിടിച്ചത് സ്വപ്നം കണ്ടോണ്ടിരുന്നതാണ്. പിങ്കിക്കിട്ട് പണി വന്ന വഴിയെ. അപ്പൊ പിങ്കിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വേണമെന്നല്ലേ പറഞ്ഞതാ? ആ അതെ, ഇതാ ഇത് കഴിച്ചോ എന്നും പറഞ്ഞോണ്ട് നന്ദി അതങ്ങ് കൊടുത്തു. എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ മതിയെങ്കിലോ എന്ന് നമ്മുടെ പിങ്കി ചോദിക്കുമ്പോ അതും ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു കിട്ട് തന്നെ ആ കയ്യിലുണ്ടായിരുന്നു. ഈ സമയത്തെ പലതും മാറി മറിഞ്ഞ് കഴിക്കാനൊക്കെ തോന്നും. കുഞ്ഞിന്റെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയാലും അമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് നമ്മുടെ നന്ദ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം, ഇഷ്ടമുള്ളത് കഴിക്കാവുന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു. പിങ്കി ഇങ്ങനെ തുറച്ചു നോക്കുവാണ് നമ്മുടെ നന്ദയെ. നന്ദയും അതുപോലെ തന്നെ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. പവിത്രയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോ കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പിങ്കി ഇരുന്ന് ഈ ഐസ്ക്രീം കഴിക്ക്, ഇഷ്ടമില്ലാത്ത ഫ്ലേവർ നീ കഴിച്ചോ പവിത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ നന്ദ പവിത്രയ്ക്ക് കൊടുത്തു. അതും കഴിഞ്ഞ് നന്ദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി, പവിത്രയും പിന്നാലെ പോയി. ആ സമയത്ത് ഛേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാം. പവിത്ര ഓടി വന്നിട്ട് അതേ മുഴുവൻ കഴിച്ച് തീർത്തേക്കരുത് കേട്ടോ, ഞാനാ നന്ദേച്ചിക്ക് കൂട്ടുപോയി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്. പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കണേ, ഇപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനത് കഴിച്ചോളാവേ എന്നും പറഞ്ഞോണ്ട് പവിത്ര അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീമും കൈ പിടിച്ചിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി നമ്മുടെ പിങ്കി ഇങ്ങനെ നാണം കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ.